ഞാൻ താഴെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഒരു ചെറുപ്പക്കാരൻ എനിക്ക് അയച്ചിട്ടുള്ള മെസ്സേജാണ്. സെക്സിൽ കൂടുതൽ ടൈം കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ള കുറിച്ചിട്ട് അതിനുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് ഒരുപാട് ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുകയും എനിക്ക് DM-ൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ പലപ്പോഴും ഇതുപോലത്തെ മെസ്സേജുകൾ ആവർത്തിച്ച് വരുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ ടൈമിങ്ങിലോട്ടേക്ക് ഇത്ര ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അവർ പലവരും പറയുന്നത് വെച്ചാൽ അവരെ പാർട്ട്ണറിനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പല പുരുഷന്മാർക്കും ഇതുപോലത്തെ ഒരു ചിന്തകൾ ഉണ്ടെന്ന് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന പല പ്രൊഡക്ട്സിന്റെ പിന്നാലെയും അവർ പോകാറുണ്ട് എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും സ്ത്രീകൾക്ക് ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഒക്കെ നീണ്ടു നിൽക്കുന്ന ഒരു ഇന്റർകോഴ്സിലൂടെ അല്ല അവരുടെ സുഖം കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു പ്ലഷർ മൊമെന്റ് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ദീർഘനേരം നീണ്ടു നിൽക്കുന്ന ഒരു ഇന്റർകോഴ്സ് ഒക്കെ ആകുമ്പോൾ അവർക്ക് പലപ്പോഴും പെയിൻഫുൾ ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ അതോടൊപ്പം തന്നെ ഈ പറയുന്ന 1-2 കാര്യങ്ങളും കൂടെ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യാം നിങ്ങളുടെ പാർട്ട്ണറിനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷണൽ കണക്ഷൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ രണ്ടുപേരും നല്ലൊരു ഇമോഷണൽ കണക്ഷൻസ് ഉണ്ടാക്കുകയും അതിനോടൊപ്പം തന്നെ ഒരു ഇന്റിമസിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അതിന്റെ ഒരു റേഷ്യോസ് ഒക്കെ നിങ്ങൾ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരികയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ രസകരമായിരിക്കും നിങ്ങളുടെ ഒരുമിച്ചുള്ള ആ ഒരു ബെഡ്റൂമിലുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അത്തരം പെർഫോമൻസ് എന്നൊക്കെ പറയുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഫോർ പ്ലേ എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട്. അതിന് നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുക, അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് എങ്ങനെ ചെയ്യാന്നുള്ളത് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുക. എവിടെയൊക്കെ ടച്ച് ചെയ്യുന്ന സമയത്താണ് നിങ്ങളുടെ ഒരു പ്ലഷർ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അറൗസൽ സംഭവിക്കുന്നത്, കൂടുതൽ സ്റ്റിമുലേഷൻസ് കിട്ടുന്നത്, അതൊക്കെ നിങ്ങളൊരു ഹെൽത്തി വേയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ട് അവിടെ നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. പല പഠനങ്ങളും പറയുന്നത് ഫോർ പ്ലേയിലൂടെ തന്നെയാണ് സ്ത്രീകൾക്ക് പ്ലഷർ ഉണ്ടാവുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലോട്ടേക്ക് നമ്മൾ ഫോക്കസ് കൊടുക്കാം. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. തീർച്ചയായിട്ടും തുടർന്നുള്ള ഒരുപാട് വീഡിയോസുകളായിട്ട് ഞാൻ വരുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്. താങ്ക് യു എവരിവൺ.